നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിവിധ ദുരിതബാധിത പ്രദേശങ്ങൾ മന്ത്രി എം ലിജു സന്ദർശിച്ചു. ദുരിതബാധിതർക്കായി 236 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി. കലിതുല്യ കാലവർഷത്തിലും കൈനിറയെ വിളവ് കൊയ്ത് കഞ്ഞിക്കുഴിയിലെ ജൈവ കർഷകൻ രംഗത്ത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡുകാരൻ ആനന്ദൻ ആശാനാണ് പാടവരമ്പത്തിട്ട പടവലം കൃഷിയുടെ 100 മേനി കൊയ്തത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ വാർ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ആരംഭിച്ച വാർ റൂമിൽ മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സേവന ഏകോപന കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴയിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ KC വേണുഗോപാൽ MP-യും G സുധാകരൻ MLA-യും സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ദുരിതബാധിത പ്രദേശങ്ങൾ മന്ത്രി എം ലിജു സന്ദർശിച്ചു. ദുരിതബാധിതർക്കായി 236 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി. ജില്ലയിലെ വിവിധ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ക്യാമ്പുകളുടെ സാഹചര്യം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ സ്ഥിതി സന്ദർശനത്തിനിടെ ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി എം ലിജു നേരിട്ട് വിലയിരുത്തി. ജില്ലയിൽ ഇതുവരെ തുറന്നിട്ടുള്ള 76 ക്യാമ്പുകളിലും ആവശ്യത്തിന് വേണ്ട സൗകര്യങ്ങൾ മന്ത്രി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിലെ 32 ഗ്രാമങ്ങളെയാണ് മഴക്കെടുതി സാരമായി ബാധിച്ചത്. കാലവർഷം മൂലം വിവിധ അപകടങ്ങളിൽപ്പെട്ട് 3 പേർ മരണപ്പെട്ടിരുന്നു. പാണ്ടനാട് സ്വദേശി ശിവദാസൻ, ചെട്ടിക്കാട് സ്വദേശി വർഗീസ്, വെളിയനാട് സ്വദേശി ഷാജി എന്നിവരാണ് മരിച്ചത്. വേമ്പനാട്ട് കായലിൽ മത്സ്യബന്ധനത്തിന് പോയ ആര്യാട് സ്വദേശി ബാബുവിനെ കാണാതായതും ബാബുവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് തീരുമാനം. ഞാനത് പരിഹരിക്കാൻ ഞങ്ങൾ ഈ ജലം ഒഴുക്കി കളയാനുള്ള മാർഗ്ഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ജലനിർഗമന മാർഗ്ഗങ്ങൾ കറക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് വെള്ളം ഇറക്കി വിടാനുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മൂഴിയാർ ഡാം തുറന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂഴിയാർ ഡാം നിറഞ്ഞ് കവിഞ്ഞ് അവിടെ ജലം നിരപ്പ് ഉയർന്നതിനാൽ ഇന്നലെ മൂഴിയാർ ഡാം തുറന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കുറച്ചു സമയം കൂടി ജലനിരപ്പ് ഉയർന്നു നിൽക്കും. നമ്മൾ ഇവിടെ എല്ലായിടത്തും തന്നെ ജലനിർഗമന മാർഗ്ഗങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ക്യാമ്പ് തുടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും മീറ്റിംഗ് വിളിച്ചിരുന്നു. 2 തഹസിൽദാർമാരുടെ, കാർത്തിപ്പള്ളി തഹസിൽദാരുടെയും മാവലിക്കര തഹസിൽദാരുടെയും നേതൃത്വത്തിൽ 2 വീടുകൾക്ക് പൂർണ്ണമായും 12 വീടുകൾക്ക് ഭാഗികമായും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതിനോടകം ജില്ലയിൽ 76 ക്യാമ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവയിലായി 6518 പേരെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു. കുട്ടനാട് താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിലായി 236 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളും ആരംഭിച്ചു. 82,000 പേർക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്ന സൗകര്യം ഇവിടങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജാഗ്രത കൈവിടാതെ ഔദ്യോഗിക അറിയിപ്പുകളും നിർദ്ദേശങ്ങളും പിന്തുടരണമെന്നും മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കലിതുള്ളിയ കാലവർഷത്തിലും കൈനിറയെ വിളവ് കൊയ്ത് കഞ്ഞിക്കുഴിയിലെ കർഷകൻ രംഗത്ത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡുകാരൻ അനന്തൻ ആശാനാണ് പാടവരമ്പത്തിട്ട പടവലം കൃഷിയുടെ 100 മേനി കൊയ്തത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കലിതുള്ളിയെത്തിയ കാലവർഷത്തിലും കൈനിറയെ വിളവ് കൊയ്ത് കഞ്ഞിക്കുഴിയിലെ ജൈവ കർഷകൻ രംഗത്ത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ 5-ാം തറ വീട്ടിൽ കർഷകനായ ആനന്ദാശാനാണ് കാലവർഷത്തിലും കൃഷിയിൽ 100 മേനി വിളവ് കൊയ്തത്. പാടവരമ്പത്തിട്ട പടവലമാണിപ്പോൾ തോട്ടത്തിൽ തയ്യാറായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർമ്മസേന കൺവീനർ G ഉദയപ്പൻ, പഞ്ചായത്ത് അംഗം V സോയ എന്നിവർ വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. കലിതുള്ളിയെത്തിയ കാലവർഷത്തിലും കഞ്ഞിക്കുഴിയിലെ തലമുതിർന്ന കർഷകൻ ആനന്ദൻ ചേട്ടന്റെ കൃഷിയിടം വിളകളാൽ സമൃദ്ധമാണ്. വെള്ളമാണ് നിറയെ. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ആനന്ദൻ ചേട്ടൻ തൻ്റെ പടവല കൃഷിയും പാവൽ കൃഷിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിയിൽ നിറയെ വെള്ളമാണ്. മഴവെള്ളം അതിരൂക്ഷമായുമ്പോഴും തൻ്റെ വിളവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി
വലിയ പരിശ്രമമാണ് ഈ പ്രായത്തിലും ആനന്ദൻ ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാടത്തു നിന്നും വിളവെടുത്ത പടവലം പ്രാദേശിക മാർക്കറ്റിലാണ് വിപണനം ചെയ്യുന്നതെന്ന് കർഷകൻ ആനന്ദൻ പറഞ്ഞു. യാതൊരു കാരണവശാലും നമ്മളിൽ നിന്ന് ഒരിക്കലും വിടിയല്ല. എന്തുകൊണ്ടാണെന്ന് ഏത് മഴയല്ല ഏത് വെയിലാണെന്ന് പറഞ്ഞാലും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും. പരാജയം വരും, അത് സ്വാഭാവികമാണ്. അത് പ്രകൃതിയെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. അതിന് ഞാനെന്നല്ല, ഈ രാജ്യത്ത് ആരെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ് പ്രകൃതിയെ പിടിച്ചു കെട്ടാനുള്ളത്. പ്രകൃതിക്ക് അനുകൂലമായിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോവുക, അപ്പോൾ കൃഷി ഭംഗിയായിട്ട് നടന്നു പോകും. അങ്ങനെയേ നടക്കുകയുള്ളൂ. കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വരുന്നത് അനുഭവിച്ചുകൊണ്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ നമ്മൾ മഴയെ വെല്ലുവിളിക്കുക, അല്ലെ പിന്നെ വെയിലിനെ വെല്ലുവിളിക്കുക, എല്ലാം വെല്ലുവിളി എന്ന് പറയുന്നത് പ്രകൃതിയോട് നടക്കുന്ന കാര്യമല്ല. സന്തോഷം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ വാർ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മഴക്കാല കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സേവന ഏകോപന കേന്ദ്രമായിട്ടാണ് വാർ റൂമിന്റെ പ്രവർത്തനം നടത്തുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ വാർ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. മഴക്കാല കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സേവന ഏകോപന കേന്ദ്രമായിട്ടാണ് വാർ റൂമിന്റെ പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് അടക്കമുള്ള അടിയന്തര സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് 24 മണിക്കൂറും അറിയിച്ച് സഹായം അഭ്യർത്ഥിക്കാൻ തക്ക രീതിയിലാണ് വാർ റൂമിന്റെ പ്രവർത്തനമെന്നും വാർ റൂമിൽ ലഭിക്കുന്ന വിവരം ഉടൻ അതാത് വകുപ്പിന് കൈമാറി പരിഹാരം കാണാനുള്ള നടപടി ഉണ്ടാകുമെന്നും ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ KX സെബാസ്റ്റ്യനും സീനിയർ സൂപ്രണ്ട് CS ഷെയ്ഖ് ബിജുവും ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ മഴക്കെടുതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മഴവെള്ളവും അതുപോലെ മലവെള്ളവും ഒഴുകി വന്നിട്ട് ദുരന്ത പ്രദേശങ്ങളായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഒരു നിയന്ത്രണത്തിനും ഒരു ഏകോപനത്തിനും വേണ്ടിയാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ വാർ റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന 95 67 50 70 83 നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ കൺട്രോൾ റൂമിലേക്ക് ഫോൺ കോൾ എത്തും. ഇവിടെ 2 പേരെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെയും പകലും നോക്കുന്നതിനും രാത്രി നോക്കുന്നതിനും. ഇവിടെ വരുന്ന കോളുകൾ നമ്മൾ റിസീവ് ചെയ്യുന്നു. എന്താണ് ആവശ്യമെന്ന് ഉള്ള ഒരു കാര്യങ്ങൾ രേഖപ്പെടുത്തി അത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനത്തിനായിട്ട് നമ്മൾ അറിയിക്കും. അതിൻ്റെ ഒരു ഫോളോ അപ്പും ഈ ജില്ലാ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൂടെ കൂടാതെ തന്നെ 1077 എന്നുള്ള നമ്പറാണ് കൺട്രോൾ റൂമിന്റെ നമ്പർ. ആ നമ്പറിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രത്തിൽ 2 ജീവനക്കാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. 9567507083 എന്നതാണ് വാർ റൂമിനെ ബന്ധപ്പെടാനുള്ള നമ്പർ. അമ്പലപ്പുഴയിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ KC വേണുഗോപാൽ MPയും G സുധാകരൻ MLAയും സന്ദർശിച്ചു. കടൽക്ഷോഭം രൂക്ഷമായ അമ്പലപ്പുഴ താലൂക്കിലെ തീരദേശ മേഖലകളിൽ KC വേണുഗോപാൽ MP, G സുധാകരൻ MLA, ജില്ലാ കളക്ടർ ഷാജി V നായർ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കടലാക്രമണം നേരിടുന്ന കാക്കാഴം തീരപ്രദേശത്തെ വീടുകൾ സന്ദർശിച്ച KC വേണുഗോപാൽ MP തീരദേശവാസികൾക്ക് ആവശ്യമായ എല്ലാവിധ അടിയന്തര സഹായങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. G സുധാകരൻ MLAയുടെ നേതൃത്വത്തിൽ കാക്കാഴം, പുറക്കാട് തീരദേശ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷം പുറക്കാട്, ADMC പ്രേംജി, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ S ബിജു, തഹസിൽദാർ KP സൂസി, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനിയ ഷിഹാബ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ തുടങ്ങി വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. കടൽക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങൾക്കായി പായൽക്കുളങ്ങര ദേവീക്ഷേത്ര സത്യാലയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 16 കുടുംബങ്ങളിലെ 56ഓളം അംഗങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. ക്യാമ്പിലുള്ളവർക്ക് ആവശ്യമായ ഭക്ഷണം, കുടിവെള്ളം, മറ്റ് അടിയന്തര വൈദ്യസഹായങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം നൽകാത്ത UDF സർക്കാരിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം നൽകാത്ത UDF സർക്കാരിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VG മോഹനൻ ഉദ്ഘാടനം ചെയ്തു.
ഇന്നിപ്പോൾ ഗവൺമെൻറ് പറയുന്നത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഫണ്ടെല്ലാം വെട്ടിക്കുറക്കേണ്ടി വരുന്നത് എന്ന ന്യായമാണ് സതീശനടക്കമുള്ള കേരളത്തിൻ്റെ ഭരണാധികാരികൾ ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ഗവൺമെൻറ് വന്ന സന്ദർഭം മുതൽ അവർ പറയുന്നത് ഖജനാവിൽ പണമില്ല എന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആന്റണി തന്നെ ആദ്യമേ പറഞ്ഞു, ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കുന്നു, അതുകൊണ്ട് ഗവൺമെന്റ് യാതൊരു വിധത്തിലും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകരുത്, കാരണം ഖജനാവിൽ പണമില്ല എന്നാണ് AK ആന്റണിയുടെ പ്രസ്താവന ആദ്യം തന്നെ പുറത്തു വന്നത്. മുഖ്യമന്ത്രിയാണെങ്കിൽ പറഞ്ഞത് സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്. അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. CP ദിലീപ് യോഗത്തിന് സ്വാഗതം പറഞ്ഞു. B സലീം, P രഘുനാഥൻ നായർ, S ഹേബിൻ ദാസ്, K സുർജിത്ത്, R അശ്വിൻ, KS കാർത്തികേയൻ, V ഉത്തമൻ എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ദുരിതബാധിത പ്രദേശങ്ങൾ മന്ത്രി M ലിജു സന്ദർശിച്ചു. ദുരിതബാധിതർക്കായി 236 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി. കരുതുള്ളിയ കാലവർഷത്തിലും കൈനിറയെ വിളവ് കൊയ്ത് കഞ്ഞിക്കുഴിയിലെ ജൈവ കർഷകൻ രംഗത്ത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡുകാരൻ ആനന്ദൻ ആശാനാണ് പാടവരമ്പത്തിട്ട പടവലം കൃഷിയുടെ 100 മേനി കൊയ്തത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ വാർ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ആരംഭിച്ച വാർ റൂമിൽ മഴക്കാലക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സേവന ഏകോപന കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴയിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ KC വേണുഗോപാൽ MPയും G സുധാകരൻ MLAയും സന്ദർശിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.